നമ്മളിതാ ലിഫ്റ്റിൻ്റെ അടുത്തത് ഇതാണ് ലിഫ്റ്റ്. ഇത് കൊള്ളാലോ. ആ ഇങ്ങനെ ചെരിഞ്ഞ് കയറി പോവാണ് കേട്ടോ. അതാണ് നേച്ചറിലൂടെ ഇങ്ങനെ പോകുന്ന ലിഫ്റ്റാണ്. മുകളിലോട്ട് ഇങ്ങനെ കയറി പോവാം. ഇറങ്ങിയാലോ? ഇനി ഒന്നും നോക്കാനില്ല എന്നാണല്ലേ? മുമ്പും പിൻപും നോക്കാനില്ല. ഓമാൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്താ ഉദ്ദേശം? ഡിസ്കവർ സൈപ്രസ് എന്ന 9 days 8 nights നമ്മൾ സൈപ്രസ് ട്രിപ്പിന്റെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഫ്രം പാഫോസ്. ഇന്നത്തെ നമ്മുടെ ഡേ 7 ആണ് സൈപ്രസിൽ എത്തിയിട്ട്. ഡേ 6 ഓഫ് എക്സ്പ്ലോറേഷൻ അല്ലേ? നമ്മൾ ഇതാ പാഫോസ് സിറ്റി ഒക്കെ വിട്ട് ഇങ്ങനെ വില്ലേജ് ഏരിയയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മൗണ്ടൈൻ റോഡിൽ കൂടി ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളെ എക്സ്പ്ലോറേഷൻ കംപ്ലീറ്റ് ഇവിടുത്തെ മൗണ്ടെയിൻസ് ആണ്. സ്നോ കിട്ടുന്ന മൗണ്ടൈനൊക്കെ ഉണ്ട്. ട്രൂഡോസ് മൗണ്ടൈനിലൊക്കെ പോകാറുണ്ട്. അതിന് മുന്നേ നമ്മൾ നേരെ പോകുന്ന ഒരു കിക്കോസ് മോണസ്ട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കിക്കോസ് മോണസ്ട്രി എന്നാണ്. കാണിച്ചു തരാം നമ്മൾ ഇവിടുത്തെ സ്നോയും ഇവിടുത്തെ മൗണ്ടൈൻസ് റേഞ്ചും കാര്യങ്ങളും. ഗ്രീൻ മൗണ്ടൈൻസ് ഒക്കെ ഇതാ കണ്ടില്ലേ? നമ്മളിങ്ങനെ പാഫോസിലെ ഒരു മൗണ്ടൈൻ ഏരിയയിൽ കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇത് കണ്ടിട്ട് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഫീലാണ്. പാഫോസ് ഗാർഡൻ ഹോളിഡേ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ കിക്കോസ് മൊണസ്ട്രിയിലോട്ടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കിക്കോസ് മൊണസ്ട്രി കഴിഞ്ഞിട്ട് ട്രൂഡോസിലോട്ടാണ്. അതെ, അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾ സെറ്റ്. കിക്കോസ് മൊണസ്ട്രിയിലേക്ക് നമ്മൾ പാഫോസ് നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട്. 70-75 കിലോമീറ്റർ ദൂരമുണ്ട്. വൈൻഡിങ് റോഡ്സും കാര്യങ്ങളൊക്കെയാണ്. സമയം എടുക്കും. 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും അല്ലേ? 2 മണിക്കൂറിൻ്റെ സമയം എടുക്കും. എന്തായാലും ലോങ് റോഡ് ട്രിപ്പിന് പോവാണ് നമ്മൾ. നമ്മൾ പോകുന്ന വഴിക്ക് ബോർഡ് കണ്ടതാണ്. ആദ്യത്തെ ഒരു മൊണാസ്ട്രി അയ്യാമോണി മൊണാസ്ട്രി. ഉള്ളിൽ കയറുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തരാം. ഇങ്ങനൊരു മൊണാസ്ട്രി ഇവിടെ പോകുന്ന വഴിക്കുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് മൊണാസ്ട്രി ഉണ്ട്. ഈ ഹില്ലി ഏരിയ മൗണ്ടൈൻസ് ആകുന്ന സമയത്ത് ഒരുപാട് മൊണാസ്ട്രി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോന്നിനും ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണുള്ളത്. അതിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് മൊണാസ്ട്രിന്ന് ഇറങ്ങി നേരെ നമ്മൾ നേരെ നോക്കി അവിടെ ഒരു ബോർഡിന്റെ താഴെ പോമഗ്രനേറ്റ് ഒക്കെ വെച്ചിട്ട് ക്രിസറോഗാറ്റിസ എന്ന് പറയുന്നത് പനാഗിയ എന്ന് പറഞ്ഞ ഒരു വില്ലേജിന്റെ അടുത്താണ്. പനാജിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോമഗ്രനേറ്റിന് പേര് കേട്ടൊരു സ്ഥലമാണ് പനാജിയ. അതിന്റെ അടുത്തുള്ള ഒരു മൊണസ്ട്രിയാണിത്. ഇത് 12th സെഞ്ചുറിയിലാണ് പണി കഴിപ്പിച്ചത്. അവിടെ കാണുന്നതാണ് കനാവിയോ റിസർവോയർ. അവിടെ ഒരു കനാവിയോ ഡാം ഒക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെയാണ്. പക്ഷേ ഈ ലൊക്കേഷൻ ഏകദേശം 8 കിലോമീറ്റർ 9 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. എന്നാലും അവിടെ എത്തും. ഇവിടെ അടുത്ത് പോയി കാണാൻ പറ്റും നമുക്ക്. എന്തായാലും കിക്കോസ് മോണസ്ട്രിയിലോട്ടുള്ള നമ്മൾ ഓൾറെഡി ബിഹൈൻഡ് ഷെഡ്യൂളാണ്. അപ്പോൾ നമുക്ക് നേരെ വിടാം അല്ല? കിക്കോസിലേക്ക് തന്നെ വിടാം. പനാഗിയ എന്ന് പറഞ്ഞൊരു വില്ലേജിലെത്തി. ഇത് കാണുന്നത് പാനോ എന്ന് വെച്ചാൽ അപ്പർ മുകളിലുള്ള പനാഗിയ. പോമഗ്രനേറ്റിന് പേര് കേട്ട സ്ഥലമാണ്. ഇതിന്റെ അടുത്താണ് നമ്മൾ കണ്ട മോണസ്ട്രി. അടിപൊളിയല്ലേ? ഇവിടുത്തെ വില്ലേജസ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നാരോ റോഡാണ്. ആ റോഡിന്റെ 2 സൈഡിലുമായിട്ട് കഫേയും റെസ്റ്റോറന്റും അവരുടെ വീടും അതിന്റെ പുറകെ തന്നെയാണെന്ന് തോന്നുന്നു. വില്ലേജ് ആളുകളൊക്കെ ഗാസൂറ്റിയൊക്കെ വന്നോ. ആൾക്കാരെ ഒന്നുമില്ലെങ്കിൽ ഒരു അച്ചാച്ചനും കണ്ടുകൂടാ. മ്യൂസിയം ഓഫ് കൾച്ചറൽ ഫൗണ്ടേഷൻ. ഇവിടെയൊക്കെ കിക്കോസിന്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ടാണ്. ജോർജിയോസ് എംനോൺ സെഡാർ വാലി സ്ട്രാവോസ്. വായിക്കലാണ് പണി. സെഡാർ വാലി കണ്ടിടത്തോളം പൈൻ്റെ വാലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോ നമ്മൾ അതുവഴിയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. കിക്കോസിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു പിക്നിക് സ്പോട്ടാണ് ഇത്. മോണാഷിലാക്ക എന്നാണ് മാപ്പിൽ കാണുന്നത്. മോണാഷിലാക്ക പിക്നിക് സ്പോട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കാടിലൂടെ ഒക്കെ നമുക്ക് നടന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ചെറിയ ഹൈക്കിംഗ് സ്പേസും കൂടിയാണ്.
മൊണാഷിലാക്കാസ് പിക്നിക് സൈറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പൈൻ മരങ്ങളുടെ ഇടയിലോട്ടൊക്കെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും, അതുപോലെ പിക്നിക് ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. കൊള്ളാം അല്ലേ? ലുക്കുണ്ട്. ഇവിടുന്ന് കിക്കോസിലേക്ക് 33 കിലോമീറ്റർ ആണ്. പൊളിച്ചടിക്കുക വ്യൂ അല്ലേ. കിക്കോസ് മൊണസ്ട്രിയിലേക്ക് ഇനി 20 കിലോമീറ്റർ ഉള്ളത്. അതിന്റെ ഇടയിൽ സെഡാർ വാലി വഴിയാണ് പോകുന്നത്. ഈ ഒരു ഏരിയ ആണ് സെഡാർ വാലി എന്ന് പറയുന്നത്. സെഡാർ വാലി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ അല്ല, ഒരു ഏരിയക്കാണ് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് സെഡാർ വാലി എന്ന് പറഞ്ഞ ഒരു സെഡാർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മരത്തിന്റെ ഒരു, അത് ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു മരത്തിന്റെ ഒരു സ്ഥലമാണ്, അത് കിട്ടുന്ന ഒരു സ്ഥലമാണ്. നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്കും ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് ഈ സെഡാർ വാലി എന്ന് പറയുന്നത്. ഈ പൈൻ മരങ്ങളുടെ, സെഡാർ എന്ന് പറഞ്ഞാൽ ഒരു പൈൻ മരത്തിന്റെ പോലത്തെ ഒരു സ്പീഷീസ് ആയിട്ടുള്ള മരമാണ്. ആ മരത്തിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചെടികളും മൃഗങ്ങളെയൊക്കെ കാണാം എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു ടൈപ്പാണ്. ഇവിടെ മാത്രം കാണപ്പെടുന്ന പലതരത്തിലുള്ള ചെടികളും മറ്റൊക്കെ കാണാൻ പറ്റും. നേച്ചർ ഇഷ്ടപ്പെടുന്നവര് വരേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ വഴി കാണുന്നില്ലേ, വളരെ നേരമായിട്ടുള്ള റോഡാണ് ഫുള്ള്. ഇങ്ങനെ വൈൻഡിങ് റോഡ്സ്, വളരെ നേരം റോഡ്സ് ആണ്. ഒട്ടും തിരക്കില്ല, വണ്ടികളൊന്നുമില്ല. വളരെ വിരളമായിട്ട് 1-2 വണ്ടികൾ ഓപ്പോസിറ്റ് വന്നാലായി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഓടിച്ചു പോവാം. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഹൈക്ക് ചെയ്ത് ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ സെഡാർ മരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ റേഞ്ച് ഒന്നുമില്ല കേട്ടോ. ഇതാണ് സെഡാർ വാലി നേച്ചർ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് നേച്ചർ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കിലോമീറ്റർ ഇതിലൂടെ ഒക്കെ നടക്കാൻ പറ്റും നിങ്ങൾക്ക്. ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കുറേ അനിമൽസിനെയും ഇതൊക്കെ കാണാം. ഇത് അതിൻ്റെ ഓരോരോ സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളുള്ളത് ഫോറസ്റ്റ് ഹെറിറ്റേജ് മ്യൂസിയം എന്തൊക്കെയുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഒരു 4-5 ദിവസം യു ആർ ഹിയർ. ഓക്കെ, നമ്മളിവിടെ ഉള്ളത് ഇതാണ് ഹൈക്കിംഗ് ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇത് സ്ട്രാവോസ്, സോക്കാസ്, ഇത് അഗിയ, അതാ മൊണാഷിലാക്ക, അതൊക്കെ ഈ ഹൈക്കിംഗ് ട്രെയിലിൻ്റെ പാർട്ടാണ്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത്. അവിടെ നിന്നൊക്കെ ഹൈക്ക് ചെയ്ത് എത്ര കിലോമീറ്റർ ഉണ്ടല്ലോ അത്, അതൊക്കെ ഹൈക്ക് ചെയ്ത് വരാൻ പറ്റും. ഇവിടെ ഒരു വെനീഷ്യൻ ബ്രിഡ്ജൊക്കെ ഉണ്ട് നോക്ക്. വാവ്, ഇതാണ് കിക്കോസ് മൊണസ്ട്രി. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി അവിടെ എത്തും. ഇവിടെ ഒരു ഫോറസ്റ്റ് ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഇവിടെ വന്ന് താമസിച്ചിട്ട് ഒരു 5-6 ദിവസമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നേച്ചറൊക്കെ കണ്ട് അങ്ങനെ സമാധാനത്തിൽ അങ്ങനെ പോകണം. അതാണ് അതിൻ്റെ ഒരു രസം. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. യെസ്, എന്തായാലും കിട്ടു പ്ലേസ് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മളെ സൗണ്ടും നേച്ചറിൻ്റെ സൗണ്ടും മാത്രമേ ഉള്ളൂ. കിക്കോസ് മൊണസ്ട്രി എത്തിയിട്ടോ. ഇതാണ് പാർക്കിംഗ് വരുന്നത്. ഇവിടെയാണ് പാർക്കിംഗ്. അവിടെ കിക്കോസ് മൊണസ്ട്രി റെസ്റ്റോറൻറ്റ് കഫേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കഫേസും റെസ്റ്റോറൻറ്റ്സും അതുപോലെ നമ്മുടെ സോവനീസൊക്കെ കിട്ടുന്ന ഷോപ്പ് ഇവിടെയാണ്. കിക്കോസ് മൊണസ്ട്രിയുടെ തന്നെ സോവനി ഷോപ്പ് ഉണ്ട് ഇവിടെ, അതൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് നടന്നിട്ടാണ് അങ്ങോട്ടാണ് നമുക്ക് കിക്കോസ് മൊണസ്ട്രിയിലോട്ട് പോകേണ്ടത്. ഇവിടെയൊക്കെ അതിൻ്റെ റെസ്റ്റോറൻറ്റും ഇതൊക്കെയാണ് ഈ ഏരിയ. കിക്കോസ് മൊണസ്ട്രി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൺ ഓഫ് ദ ആൻഷ്യൻ്റ് മൊണസ്ട്രിയിൽ ഒന്നാണ്. ഇത് 11th സെഞ്ച്വറിയിലാണ്, ബൈസാൻറ്റീൻ എറയിൽ 11th സെഞ്ച്വറിയിലാണ് ഇത് പണി കഴിപ്പിച്ചത് ആദ്യമായിട്ട്. 19ാമത്തെ സെഞ്ച്വറിയിൽ ഈ മൊണസ്ട്രി കത്തി നശിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ സെഞ്ച്വറി ആ ഒരു സമയത്താണ് ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഒരു രൂപത്തിലോട്ട് മാറ്റിയത്. കിക്കോസ് മൊണസ്ട്രി ഉള്ളത് ട്രൂഡോസ് മൗണ്ടൻ്റെ പാർട്ടായിട്ടാണ് കേട്ടോ. നിയർ ബൈ വില്ലേജ് പറയുന്നത് പെഡൂലാസ് എന്ന് പറഞ്ഞൊരു വില്ലേജിൻ്റെ അടുത്താണ് വരുന്നത്. വെർജിൻ മേരിയുടെ ഒരു വലിയൊരു പെയിൻറ്റിങ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പെയിൻറ്റിങ് ചെയ്തത് സെയിൻറ്റ് ലൂക്ക് ദ ഇവാഞ്ചലിസ്റ്റ് ആണ്. മാജിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളൊരു പെയിൻറ്റിംഗ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇതിനുള്ളൊരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. റിലീജിയസ് ആർട്ടിഫാക്ട്സും അതുപോലെ മാനുസ്ക്രിപ്റ്റ്സും അതുപോലെ ചെറിയ ആൻഷ്യൻ്റ് ഐക്കൺസും സംഭവങ്ങളൊക്കെ ഇതിനുള്ളിൽ കാണാൻ പറ്റും. ഈ മൊണസ്ട്രിക്ക് ഒരുപാട് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് സൈപ്രസിനെ സംബന്ധിച്ചിടത്തോളം. സൈപ്രസിൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റായ ആർച്ച് ബിഷപ്പ് മക്കാരിയോസ് III അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതം തുടങ്ങുന്നത് ഈ ഒരു കിക്കോസ് മൊണസ്ട്രിയിൽ നിന്നാണ്. പിന്നീടാണ് അദ്ദേഹം പ്രസിഡൻ്റായി മാറിയത്.
അങ്ങനെ നമ്മൾ കിക്കോസ് മൊനാസ്ട്രി വിട്ടിട്ട് എൻ്റെ ഫേവറേറ്റ് സ്ഥലമായ ട്രൂഡോസ് മൗണ്ടനിലേക്ക് മഞ്ഞ് കാണാൻ പോവാണ്. വാ വാ വാ, സമയമില്ല, വാ കമാ. എന്താ മഞ്ഞുരുകി പോവോ? അതിന് മുന്നേ എത്താനാ? അല്ല, വെയിൽ പോകുന്നതിന് മുമ്പേ എത്തണം. അങ്ങനെ ഓക്കെ. കിക്കോസ് മോണസ്ട്രിയിൽ നിന്ന് ട്രൂഡോസിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ സെലഫോസ് ബ്രിഡ്ജ്, എലിയ ബ്രിഡ്ജ് എന്നുകൊണ്ടൊരു വഴി അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ വെനീഷ്യൻ കാലഘട്ടത്തിലുള്ള വെനീഷ്യൻ ടൈപ്പ് ബ്രിഡ്ജ്, ഓൾഡ് ബ്രിഡ്ജ് ആണ്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ഇങ്ങനെ കുറേ ബ്രിഡ്ജുകൾ ഇവിടെ ഉണ്ട്. അതിൽ 2 ബ്രിഡ്ജുകളാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് കവർ ചെയ്യുന്നില്ല. റോട്ടിൽ വെള്ളം കിടക്കുന്നത് ഇങ്ങനെ പരവതാനി വിരിച്ചു വരുന്നുണ്ട്. ഇതല്ലേ കിടക്കുന്നു. ട്രൂഡോസ് മൗണ്ടനിൽ നമ്മൾ ചെയർ ലിഫ്റ്റ് ഉള്ള സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മളിവിടെ വണ്ടി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്യണം. ആൾക്കാരൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉള്ളത്, അവിടെയൊക്കെ ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ബില്ലിങ് ഈ മഞ്ഞിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോയിട്ട് അവിടെ പാർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫുൾ മഞ്ഞുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഫുൾ എക്സൈറ്റഡ് ആണ്. അമൃത ഈസ് ഫുള്ളി എക്സൈറ്റഡ്. പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത്. പെരങ്ങി വീഴരുത് മഞ്ഞിൽ. ഇതിലൂടെയൊക്കെ ഇങ്ങനെ വെറുതെ കയറി പോകാൻ തോന്നുന്നു അല്ലേ? ആദ്യം നമുക്ക് ലക്ഷ്യസ്ഥാനം കണ്ടിട്ട് ഇത് വേറെ തന്നെ സ്റ്റൈലല്ലേ? മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നൊക്കെ പോകാനും പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ്. കൊള്ളാം, അടിപൊളി. നമുക്കെന്തായാലും ചെയർ ലിഫ്റ്റ് ഒന്ന് കണ്ടിട്ട് അതൊക്കെ കയറിയിട്ട് വരാം. എന്നാൽ ചെയർ ലിഫ്റ്റ് അതാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റുന്നതാണ്. ഇതാ മഞ്ഞിലൂടെ ഇങ്ങനെ നടക്കാം. ഇതൊക്കെ നടന്നിട്ട് ചെളിയായ മഞ്ഞ്, അങ്ങോട്ട് നല്ല തൂവെള്ള മഞ്ഞ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ സംഭവം ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ട്രൂഡോസ് കീ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ഹലോ, 2 people, 14 euro രണ്ടാൾക്ക്, ഒരാൾക്ക് 7 euro കേട്ടോ. ഞാൻ ടിക്കറ്റ് കേട്ടോ. സൈപ്രസ് സ്കീ ക്ലബ്ബാണ്. കടന്നു വരും. അപ്പോൾ ഇതാണ് ടിക്കറ്റ് ഓഫീസ് കേട്ടോ. നല്ല സ്ലിപ്പറിയാണ്. കിടലായിട്ട് വീഴും. വീണ് കഴിഞ്ഞാൽ മൂട്ട് കുത്തിയിട്ടേക്ക് വീഴാം. അതെ. താങ്ക് യു. ഇതിങ്ങനെ തിരിഞ്ഞങ്ങ് വരും. മറ്റേ പോലെ നമ്മളെ കോരി അങ്ങ് കൊണ്ടുപോകും. അങ്ങനെയാണ് പരിപാടി. എല്ലാം സെറ്റല്ലേ? ചെവിക്ക് ഞാൻ വാ വാ വാ. യെസ്. ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ക്ലോസ് ചെയ്തിടാൻ പറ്റും. സ്കീ റൂട്ടാണ് കേട്ടോ. ഇത് പറയുമ്പോൾ ഇതാ സ്കീ സ്ലോപ്പാണ്, കാണുന്നില്ലേ? സൈപ്രസ് സ്കീ ക്ലബിൻ്റെ തന്നെയാണ് ഈ ഒരു ഇത് വരുന്നത്. അതുപോലെ ഇത് മാനേജ് ചെയ്യുന്ന RPT ഗ്രൂപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നിന്ന് അധികം കസരത്തുകളൊന്നും കളിച്ചുകൂടാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല എന്തൊരു ഇല്ല, അടിപൊളി കേട്ടോ. വെയിലത്ത് മഞ്ഞ് കാണാനാണ് രസം കേട്ടോ. നല്ല ഇതാ ഫുൾ വ്യൂ ഇവിടെ കിട്ടും. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടിപൊളി. ഇതാ മുകളിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇറങ്ങി എല്ലാം ചുറ്റി കറങ്ങിയിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും. അത് വലിയൊരു ഫുട്ബോൾ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. എന്തൊക്കെയോ കാണാനുണ്ട് കേട്ടോ അവിടെ. ജംപ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ മുകളിലത്തെ ആ കമ്പ് അങ്ങ് എടുത്ത് മാറ്റുക, എന്നിട്ട് ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് എത്തി. അത്രേ ഉള്ളൂ. ഇത് പൊള്ളിയാണല്ലോ ഇവിടെ. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഇങ്ങനെയാണ് ആ ചെയർ ലിഫ്റ്റ് പോകുന്നത്. നമ്മളുള്ളത് മൗണ്ട് ഒളിമ്പസിലാണ്. സൈപ്രസിലെ ഏറ്റവും ഉയരം കൂടിയ
പർവ്വതത്തിൻ്റെ മുകളിലാണുള്ളത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ട്രൂഡോസ് മൗണ്ടനിലുള്ള മൗണ്ട് ഒളിമ്പസിൽ സീ ലെവലിൽ നിന്ന് 1952 മീറ്റർ ഉയരത്തിലാണ്. കൂടാതെ കുറേ സ്കീ സ്ലോപ്സ് ഉണ്ട്. അതെ, 4 സ്കീ സ്ലോപ്സ് ഉണ്ട്. എല്ലാത്തിനും പേര് ഗ്രീക്ക് മിത്തോളജി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഗ്രീക്ക് ഗോഡ്സിന്റെ പേരാണ് ആക്ച്വലി എല്ലാത്തിനും ഉള്ളത്. സ്യൂസ്, ഹെർമേസ് എന്നൊക്കെ പറഞ്ഞ പേരുകളാണ് 4 സ്ലോപ്പിനും പേരുള്ളത്. ഇത് ഈ മൗണ്ടൻസിന്റെ ഈ സ്നോയുടെ ഇടയിൽ കൂടെ ഹൈക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ നടക്കാം. മൗണ്ട് ഒളിമ്പസ് എന്ന് പറയുന്നത് ട്രൂഡോസ് മൗണ്ടൻ റീജിയനിലാണുള്ളത്. സൈപ്രസിന്റെ ഏറ്റവും ഉയരം കൂടിയ ഏരിയയിലാണ് ഇത്. ആ ഒളിമ്പസ് എന്നുള്ള പേര് ഗ്രീക്ക് മിത്തോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേര് തന്നെയാണ്. ഗ്രീക്ക് ഗോഡ്സിന്റെ സ്ഥലത്തിന്റെ പേരാണ് ഒളിമ്പസ്. ഇറങ്ങിയാലോ? തുടങ്ങാൻ പോവാ. യെസ്. ഇനി ഒന്നും നോക്കാനില്ല എന്നാണല്ലേ? മുമ്പും പിൻപും നോക്കാനില്ല. ഇവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ കല്ല് പോയി വീഴും കേട്ടോ. അങ്ങോട്ട് ഇറങ്ങിക്കോ. നോക്കിയിട്ട് മെല്ലെ ഓടരുത്. ഓടരുത് അമ്മാവ, ആളറിയും. ഓടിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. ഓടിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടാ. അങ്ങ് താഴെ എത്തിയിട്ട് നിൽക്കൂ. അതൊക്കെ മഞ്ഞങ്ങനെ കട്ടി കിടക്കാന്നല്ലേ? ഇത് ഐസും കട്ട. ഇത് മഞ്ഞല്ല, ഐസും കട്ട. ഇത് നോക്ക്, ഇത് കണ്ട ഇതിന്റെ മുകളിൽ കിടക്കുന്ന. മഞ്ഞിലൂടെ മരങ്ങൾക്കിടയിലൂടെ പൈൻ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? ഹായ്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ട്രൂഡോസ് മൗണ്ടനിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിടിലൻ പ്ലേസ് ആണ്. കിടു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അസർബൈജാനിലോ ജോർജിയയിലോ പോയിട്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ. ഇതുപോലെ മരത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കണ്ടിരുന്നില്ല അല്ലേ? ഇവിടെയാണ് നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻ കാണുന്നത്. മരത്തിൽ ഇറങ്ങുകയും ചെയ്യാം, മരത്തിൽ കയറുകയും ചെയ്യാം. മരത്തിൽ കയറുകയും ചെയ്യാം. ആ, കയറേണ്ട മരം കണ്ടുപിടിച്ചിട്ടുണ്ടോ? മരം കയറാൻ സ്ഥലം കിട്ടിയാ? അതാ പണിവാളി. ഇതെല്ലാം ഇതിനപ്പുറം ചാടിക്കണം. ഇതാണ് മരം ചാടി, മരം കയറി. നല്ല ഫ്രെയിമാണ് കേട്ടോ. The masterpiece of this art is Prasad Kevi. Wow, അത് അടിപൊളിയായിട്ടാ. നോക്കി കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ സ്നോ വീണേൽ ലവിനെ മാത്രം ചെത്തിയെടുക്കുന്നു. പൊളി പൊളി. കേക്ക് ഇരിക്കുന്ന പോലെ ഉണ്ട്, വൈറ്റ് കേക്ക്. എൻ്റെ ഹൃദയം ഇവിടെ കൈമാറിയിരിക്കുകയാണ് വീണ്ടും. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. മോമാൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്താ ഉദ്ദേശം? വല്ല കാര്യം ഉണ്ടായിരുന്നു നോക്കണോ? ചില്ലറ ആവേശമല്ല, ആവേശത വീണിട്ടുള്ളത്. മണ്ണിൽ പൂണ്ടുപോവോ? കൊള്ളാം. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ സ്നോമാൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതാ ഒരാൾ വീണിട്ടുണ്ട്. ഇവിടെ ആവേശം കൂടിപ്പോയതാ, വേറെ ഒന്നല്ല. അതിന് താഴെ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാനും ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഇവിടെ വരാൻ പറ്റും. നമ്മൾ ആ ട്രൂഡോസ് മൗണ്ടന്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പെഡോലാസ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ? നല്ല ലുക്കുള്ള സ്ഥലമാണ്. ഇവിടുന്ന് പെട്രോൾ ഒന്ന് അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്ന വെച്ചാൽ കാലോപെനിയോട്ടീസ് എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. ഇവിടെ പെട്രോൾ പമ്പിലൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും നമ്മൾ സ്വന്തമായിട്ട് അടിക്കേണ്ട പരിപാടിയാണ് കേട്ടോ. നമ്മൾ ക്യാഷ് ആണോ ഏത് ടൈപ്പ് പെട്രോൾ ആണെന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് പെട്രോളിൻ്റെ പമ്പിൻ്റെ നമ്പറും കൂടെ അടിച്ചിട്ട് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റും. പെട്രോൾ അടിക്കേണ്ട സംഭവം ഓപ്പൺ ആവും, പിന്നെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് പരിപാടി. നിറയാണ് സുഹൃത്തുക്കളെ, നിറയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. കാലോപെനിയോട്ടീസ് എത്താനായിട്ട് 1 കിലോമീറ്റർ കൂടി ഉള്ളൂ ഇനി. അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ആ ലിഫ്റ്റ് കാണണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. വർക്കിംഗ് ആയാൽ മതിയായിരുന്നു. വലിയ പ്രത്യേകതയില്ല, സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒരു ലിഫ്റ്റ് അത്രേ ഉള്ളൂ. അത് നേച്ചറിനുള്ളിൽ കൂടെ ഒരു ലിഫ്റ്റ് ആവുന്ന സമയത്തുള്ളൊരു പ്രത്യേകത. മോണസ്ട്രീസ് ഒക്കെ ഉണ്ട്. കുറച്ച് വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. കാലോപെനിയോട്ടീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കേട്ട സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ ഒരു വൺ ഓഫ് ദ മേജർ വില്ലേജ് ആണ്.
ഇത് ട്രൂഡോസിൻ്റെ ഫുൾ മാപ്പാണ്. ഈ ട്രൂഡോസിൽ മാത്രം ഇത്രയും സ്ഥലങ്ങൾ കാണാനുണ്ടെന്നാണ് പറയുന്നത്. നമ്മളൊരു മൂലക്കേക്കായിരിക്കും. കാലോപ്പനിയോട്ടിസ് ഇതാ ഇവിടെയാണ് നമ്മളുള്ളത്. നമ്മളിതാ ലിഫ്റ്റിൻ്റെ അടുത്തത് ഇതാണ് ലിഫ്റ്റ്. ഇത് കൊള്ളാലോ. ആ ഇങ്ങനെ ചെരിഞ്ഞ് കയറി പോവാണ് കേട്ടോ. അതാണ് നേച്ചറിലൂടെ ഇങ്ങനെ പോകുന്ന ലിഫ്റ്റാണ്. മുകളിലോട്ട് ഇങ്ങനെ കയറി പോവാം. ഇതിന് ഒരാൾക്ക് ചാർജ് ഉണ്ട് കേട്ടോ. €1 ചാർജ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ പോകാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗണിന് €1. അതാ ഇത്രയും ഉയരത്തിലുള്ളത്. പോകുന്നത് ഇവിടുന്ന് മുകളിൽ നമുക്ക് കാണാം. ഇതാണ് കറക്റ്റ് വ്യൂ അല്ലേ? ഇതാണ് കറക്റ്റ് വ്യൂ. ഒരു രസം അല്ലേ? ഇൻക്ലൂഡിങ് റിട്ടേൺ ആണ് €1. താഴോട്ട് പോലെ ഈ മുകളിൽ കയറിയാലുള്ള ലുക്കാണ് ഇത്. ടവേൺ, കോഫി ഷോപ്പ്, അതുപോലെ ബാറ്, വൈൻ ബാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. കൊള്ളാം. ഇതാ വില്ലേജിൻ്റെ പാർട്ട് തന്നെ. കൊള്ളാം, നല്ല സ്ഥലം അല്ലേ? ഒരു ലിഫ്റ്റൊക്കെ വെച്ചിട്ട് അവരൊരു വെറൈറ്റി സംഭവം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നമുക്ക് ഇതിലൂടെ തന്നെ തിരിച്ചു പോയിട്ട് ആ ക്രിസ്മസ് വില്ലേജും കൂടെ കാണാം. ഇങ്ങനെ ഒരുപാട് നടന്ന് കാണാൻ വേണ്ടി ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. കാലോപ്പനിയോട്ടിസ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. വെറൈറ്റി വില്ലേജ്. നിങ്ങൾ വേറെ ഏതെങ്കിലും വില്ലേജ് പോകുന്ന സമയത്ത് തന്നെ ഈ വില്ലേജും വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. നിങ്ങൾ ഐറ്റിനറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. നല്ലൊരു സംഭവമാണ്. ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അതാ വെനീഷ്യൻ ബ്രിഡ്ജ് ഇങ്ങോട്ടാണ്. ഞാൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ വെനീഷ്യൻ ബ്രിഡ്ജ് കാണാൻ പറ്റും. ലവേഴ്സ് ബ്രിഡ്ജ് അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ ലുക്ക് ഉണ്ട് ഇവിടെ. എന്തായാലും നല്ല രീതിയിൽ കെട്ടിയിട്ട് നല്ല വൃത്തിക്കാക്കി വെച്ചിട്ടുണ്ട് വില്ലേജിൽ. ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ? നമ്മൾ ഒമഡോസ് വില്ലേജ് എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയാൻ വേണ്ടി അവിടുത്തെ ലേസ് മേക്കിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനാണ് ഇവിടെ ഉള്ളത്. ഇത് നേച്ചറാണ്. ഇതാണ് ലവേഴ്സ് ബ്രിഡ്ജ്, അതാണ് വെനീഷ്യൻ ബ്രിഡ്ജ്. വെനീഷ്യൻ ബ്രിഡ്ജിൽ ഇങ്ങനത്തെ ഒരുപാട് ബ്രിഡ്ജുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ വെനീഷ്യൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അങ്ങനത്തെ ബ്രിഡ്ജുകളാണ്. അതിൻ്റെ അവശിഷ്ടം പോലെയാണ്. പക്ഷേ ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബ്രിഡ്ജസാണ്. ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ സ്പ്രിങ് വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആണ് കേട്ടോ. കസേൽ പനിയോട്ടിസ് എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ അവരുടെ ഫിറ്റ്നസ് സെൻ്ററും ഇതൊക്കെ കാണാനുണ്ട്. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ മുകളിലൊക്കെ ആയിട്ടാണ് സംഭവം. നല്ലൊരു വെറൈറ്റി സെറ്റപ്പാണ്. ബഗ്ഗൊക്കെ ഉണ്ട് നല്ല അടുത്തൊക്കെ കൊണ്ടുപോയി കാണാനൊക്കെ. ഇതൊക്കെയാണ് അവരുടെ റൂം വരുന്നത്. ഇവിടെ വന്നിട്ട് കണ്ടോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഇൻഫിനിറ്റി പൂൾ പോലെയൊക്കെ പുറത്തോട്ട് അങ്ങോട്ട് തള്ളി നിൽക്കുന്ന തരത്തിലൊക്കെ പൂളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കാലോപ്പനിയോട്ടിസ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ട്രഡീഷണലും മോഡേണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാക്കി വെച്ചിട്ടുണ്ട്. കസാൽ പനിയോട്ടിസിൻ്റെ ഓരോ റൂമുകളാണ്. ഇങ്ങോട്ടൊക്കെ കയറിയിട്ടൊക്കെ പോകേണ്ടൊക്കെ അവരുടെ റൂമുകളാണ്. ഇവിടെ വന്ന് നിൽക്കായിരുന്നടേ. നഷ്ടായി അല്ലേ? ഒരു വരവ് കൂടി വരേണ്ടി വരും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും സൂപ്പർ പ്ലേസ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തെർമൽ വാട്ടർ സൾഫർ സ്പ്രിങ്. വൈറ്റ് കളർ മാറിയിട്ട് നോക്ക്. ഇവിടെയൊക്കെ സൾഫർ കണ്ടന്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഇത് കാണുമല്ലോ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് സൾഫർ കണ്ടന്റ് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അത് ചൂടായിരിക്കും. നോക്ക് ഇവിടെയാണ് ഇത് കണ്ടില്ലേ? ഇതാണ് സൾഫർ സ്പ്രിങ്. ആക്ച്വലി ഈ വെള്ളം തന്നെയാണ് അതിലോട്ട് മിക്സ് ആവുന്നത്. ആ വെള്ളത്തിലോട്ട് മിക്സ് ആവുകയാണ് അത്. ഐക്കൺ മ്യൂസിയം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്സിൽ മ്യൂസിയം ഓഫ് ഐക്കൺസ് ഉണ്ടാവും. അവിടെ ഒരു ചർച്ചും ഒരു മ്യൂസിയം ഉണ്ട്. പഴയ കോയിൻസിനാണ് 11th 12th സെഞ്ചുറിയിലെ കോയിൻസിൻ്റെ മ്യൂസിയമാണ്. €2 എൻട്രി ഫീ. അതിപ്പോൾ അടച്ചു കഴിഞ്ഞ് രാവിലെ 10 മണിക്ക് തുറക്കുള്ളൂ, വൈകുന്നേരം 4 മണി വരെ ഉള്ളൂന്ന് തോന്നുന്നു. അതിനുള്ളിൽ ഫോട്ടോ വീഡിയോ അലോഡല്ല, ചർച്ചിൻ്റെ ഉള്ളിൽ അലോഡല്ല, മ്യൂസിയത്തിനുള്ളിൽ അലോഡല്ല. നമുക്ക് കാണാനേ പറ്റൂ. പക്ഷേ കാണാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞോട്ടെ. കാലോപ്പനിയോട്ടിസിൽ വരുന്നുണ്ടെങ്കിൽ ഇതും ഒരു മേജറായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണ്. ഈ കാലോപ്പനിയോട്ടിസും സൈപ്രസിലൊരു ക്രിസ്മസ് വില്ലേജാണ്. ഇവിടെ 10 വില്ലേജുകൾ ക്രിസ്മസ് വില്ലേജായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ട് അത് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആക്കി ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ ഓൾറെഡി മുന്നേ വിസിറ്റ് ചെയ്തു അല്ലേ? ലെഫ്കാരയിൽ പോയി. നമ്മൾ സെക്കൻഡ് ക്രിസ്മസ് വില്ലേജാണ് ഇവിടുത്തെ. ഇതാണ് ക്രിസ്മസ് മാർക്കറ്റ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചൂട് കായാൻ വേണ്ടിയിട്ടൊരു സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് വില്ലേജ് ഇങ്ങനെ കണ്ടിട്ട് വരാം. ട്രഡീഷണൽ സൈപ്രസ് ഡിഷസും അതുപോലെ ട്രഡീഷണൽ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുണ്ടോ സുഷൂക്കോസ് എന്നുള്ള സാധനം. ഇത് നമ്മുടെ ഇങ്ങനെ നമ്മൾ ജോർജിയ പോയപ്പോൾ കണ്ടിരുന്നു. ഇങ്ങനെ ചൂട്ട്സ്കേല എന്ന് പറഞ്ഞാൽ അവർ വിൽക്കുന്ന ഒരു സാധനമുണ്ട്. അതേ ടൈപ്പ് ഒരു സംഭവമാണ്. ഇങ്ങനെ തൂക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഗ്രേപ്പ് ജ്യൂസ്, ഫ്ലോർ, ഷുഗർ, വാനില, ആൽമണ്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. നമ്മൾ വാങ്ങിച്ചു.
ഇപ്പോൾ ക്രിസ്മസ് വില്ലേജ് നമ്മളിങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനുണ്ടല്ലേ, നമ്മൾ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ അന്ന് ട്രൈ ചെയ്ത ലോക്കോമാഡസ് കൂടാതെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അടിപൊളിയാണ് അല്ലേ സംഭവം. അപ്പോൾ നമുക്ക് ഇരുട്ടാവുന്നതിന് മുന്നേ നമുക്ക് ആ ഔട്ടർ കൂടെ പറഞ്ഞു തീർത്തേക്കാം അല്ലേ. നമ്മളിനി നേരെ ഇവിടുന്ന് നിക്കോസിയയിലേക്കാണ് പോകുന്നത്, ക്യാപിറ്റൽ, സൈപ്രസിന്റെ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ്. അതെ, ലാസ്റ്റ് ഡിവൈഡഡ് ക്യാപിറ്റൽ ഇൻ ദ വേൾഡ്. നമുക്ക് അവിടെ UN ബഫർ സോണൊക്കെ ഉണ്ട്, അതൊക്കെ കാണണം. നിക്കോസിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ക്യാപിറ്റൽ സിറ്റിയാണ് ഇവിടെ, അതൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് ഇനി തിരിച്ചു പോകാൻ. ഇത് കാണാനേ പറ്റില്ലല്ലോ അല്ലേ. ഇനി കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.